ഹായ്, നമ്മുടെ എപ്പോഴത്തെയും ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള കോട്ടൺ ഹെക്കോബ ബാറ്റിക് പ്രിന്റഡ് വരുന്ന ഡിസൈൻസ് ആണ് കാണാൻ പോവുക. ഇത്രയും കളേഴ്സ്, കുറച്ചധികം കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. കോട്ടൺ ഹെക്കോബയാണ്. പല ടൈപ്പ് ഓഫ് കട്ട് വർക്ക് അതുപോലെ എംബ്രോയിഡറി ഡിസൈൻസ് ആണ് ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തേക്കുക. നോക്കാം. ഇതിങ്ങനെ വരും. ഇതിനും നല്ല ലെങ്തും വിട്ടൊക്കെ വരുന്ന നല്ല കോട്ടൺ ഹെക്കോബ ഡിസൈൻ ബാറ്റിക് പ്രിന്റഡ് ആണ്. ബാക്കിൽ ജസ്റ്റ് ബാറ്റിക് പ്രിന്റഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് ബാറ്റിക് പ്രിന്റ് വരുന്നുണ്ട്. കുറച്ച് കൂടുതൽ കളേഴ്സ് ഉണ്ട്, ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കാം. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാം. ഇതൊക്കെ എപ്പോഴും അങ്ങനെ എല്ലാ ഫംഗ്ഷൻസും അല്ലെങ്കിൽ കാഷ്വൽ വെയർ അങ്ങനെ നമുക്ക് പറയത്തില്ല, എപ്പോഴും മൂവിങ് ആണ് നമുക്ക്. ഇതാണ് എൻ്റെ ദുപ്പട്ട ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈൽ ഉണ്ട് കേട്ടോ. അതിൽ ഫുള്ളും വർക്കുന്നുണ്ട്, ത്രെഡ് വർക്ക് ഒക്കെ പോയിട്ടുണ്ട്. വിത്ത് ബാറ്റിക് പ്രിന്റ് എംബ്രോയിഡറി വരുന്നുണ്ട്. സൈഡ്സിൽ ഒരു ടൈപ്പ് ഓഫ് ലേസ് അറ്റാച്ച്മെന്റ് ഉണ്ട്. ബോട്ടത്തിലും ബാറ്റിക് പ്രിന്റഡ് ആണ്. ഇതിലെ ഓരോ കളേഴ്സിനനുസരിച്ച് അതിൻ്റെ ദുപ്പട്ടയുടെയും ടോപ്പിൻ്റെയും ഡിസൈൻസും വേരി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ഡിസൈൻ വന്നേക്കുക. ഇതിലെ ദുപ്പട്ട കുറച്ച് ഇതെനിക്ക് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് സിൽക്ക് ബേസ് ദുപ്പട്ടയാണ്. ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളൂല. പിന്നെ ഇതിൽ എംബ്രോയിഡറി ബോർഡർ ഉണ്ട്, സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. പിന്നെ ഇതിനകത്ത് ഇടയ്ക്കൂടെയും ചെറിയ എംബ്രോയിഡറി വിത്ത് ഫുൾ ബാറ്റിക് പ്രിന്റഡ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക്. സോ ഇതാണ് അടുത്ത കളർ ഉണ്ട്. എല്ലാം ഓരോരോ ടൈപ്പ് ഓഫ് ദുപ്പട്ട. ഇത് കുറച്ചുകൂടെ ഹെവി ആയിട്ട് ബോർഡർ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇടയ്ക്കൂടെയും ഫുൾ എംബ്രോയിഡറി ബാറ്റിക് പ്രിന്റഡ് ആണ്. ടോപ്പിലും ബാറ്റിക് പ്രിന്റ് വിത്ത് എംബ്രോയിഡറി ആൻഡ് കട്ട് വർക്ക്. ബോട്ടും ഇതുപോലെ വരും. എല്ലാത്തിലും ബാറ്റിക് പ്രിന്റ് ബോട്ടത്തിലും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല കളറായിട്ട് ഡൈ ചെയ്തേക്കുന്നുണ്ട്. അപ്പം സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക ആൻഡ് കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദുപ്പട്ടയെല്ലാം കുറച്ചുകൂടി സിൽക്ക് കണ്ടന്റ് കൂടുതലാണ്. ദുപ്പട്ട മാക്സിമം വാഷ് ചെയ്യാതെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സോ അപ്പോൾ അതിലേക്ക് അടുത്ത കളർ ഷെയ്ഡ് ഈ ഒരു ബ്ലാക്കിൽ. ഇതിലെല്ലാം ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് ബാറ്റിക്കിൽ യൂസ് ചെയ്തതുണ്ടോ. ഇതിലൊരു ലെവൻഡർ കോംബോയിലാണ് ബാറ്റിക് പ്രിന്റഡ് വന്നിരിക്കുന്നത്. ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ, സിൽക്ക് കണ്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ദുപ്പട്ടയാണ് യൂസ് ചെയ്തേക്കുക വിത്ത് ബാറ്റിക് പ്രിന്റഡ് ആൻഡ് എംബ്രോയിഡറി പാറ്റേൺ. അടുത്ത കളർ ഉണ്ട്. ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് ദുപ്പട്ടയിൽ പോയേക്കുക. ബോട്ടത്തിലും ബാറ്റിക് പ്രിന്റ് ഉണ്ട്. എല്ലാം അതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലാണെന്ന് തോന്നുന്നു ഈ തവണ വന്നേക്കുന്ന എല്ലാ ഡിസൈൻസിലും. അതുപോലെ ടോപ്പിലെ കട്ട് വർക്ക് ഡിസൈനും എംബ്രോയിഡറിക്കും ഒക്കെ എല്ലാത്തിലും ഓരോ കളേഴ്സിനനുസരിച്ച് വേരിയേഷൻ വരുന്നുണ്ട്. 1380 ഈ സെറ്റ്സുകളുടെ എല്ലാം പ്രൈസ് റേഞ്ച്. സോ അപ്പോൾ ഇതാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ഡയമണ്ട് ബോർഡറിൽ ക്രോഷോലൈസ് എംബ്രോയിഡറി, പിന്നെ ബാറ്റിക് പ്രിന്റും ചെറിയ എംബ്രോയിഡറി വർക്ക്സും ഓൾ ഓവർ. ദുപ്പട്ട അപ്പം ഈ ഒരു സ്റ്റൈൽ നമ്മൾ ഫസ്റ്റ് കണ്ട ദുപ്പട്ട സ്റ്റൈൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽസ് ആണ്. എല്ലാം യൂണീക്ക് ആയിട്ട് നിൽക്കുന്ന സ്റ്റൈൽസ് ആണ്. ഇതാണ് എൻ്റെ ബോട്ടം വന്നേക്കും. റേറ്റ് എല്ലാത്തിലും സെയിം കോട്ടൺ ഫാബ്രിക് ആണ്. ദുപ്പട്ട ഇതിൽ കോട്ടൺ ആണ്. എല്ലാത്തിലും പ്യുവർ കോട്ടൺ അല്ല, ഒരു സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് ബേസ് ആയിട്ടുള്ള ഫാബ്രിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് ദുപ്പട്ടയിലെ വർക്കും. സോ അപ്പോൾ ഇതാണ് അതിലേക്ക് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നുണ്ടോ. ഇതിൽ ബാറ്റിക് പ്രിന്റും ഇതുണ്ട്. ഇങ്ങനെ ഈ കട്ട് വർക്ക് ഡിസൈൻ ആണ് ഇടയ്ക്കൂടെയും ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. മുന്നേ കണ്ടതിൽ ഫുള്ളും ഇങ്ങനെ ഒരു ചെയിൻ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹണിക്കോം സ്റ്റൈലായിരിക്കും. ഇതിൽ ഫുള്ളും ഇങ്ങനെ വർക്ക്സ് സ്കാറ്റർ ചെയ്ത് വരുന്നുണ്ട് ബാറ്റിക് പ്രിന്റ് പോലെ തന്നെ. ദുപ്പട്ട എംബ്രോയിഡറി ബോർഡർ, കട്ട് വർക്ക്, സ്കാലപ്പ് ഫിനിഷ്ഡ്. സെൻറ്റർ പോർഷൻസ് ഫുള്ളും ബാറ്റിക്കും അതിനകത്ത് കുഞ്ഞ് എംബ്രോയിഡറി വർക്ക്സും. ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ട പോയേക്കുക. ബോട്ടം പ്രിന്റഡ് ആണ്. എല്ലാത്തിൻ്റെയും ബോട്ടവും ബാറ്റിക് പ്രിന്റഡ് ആണ്. ദുപ്പട്ട എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നേക്കുക. റേറ്റ് സെയിം. താങ്ക് യു.